ഈ മകൻ്റെ മരണത്തിന് ശേഷം 30 ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാനാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇട്ട് ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും. എൻ്റെ മകൻ്റെ പേരും വീഡിയോസൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണാൻ എനിക്ക് പറ്റില്ല. കൂടി ഇതാക്കി ഒരു 5 ദിവസം എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതാണ്. കാരണം ഞാൻ കാണാൻ ചെല്ലുമ്പോഴൊക്കെ മോൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്. കാരണം ഇവർ കണ്ണ് ചിമ്മാൻ വേണ്ടിയിട്ട് ഇവർ വേദന എടുപ്പിക്കുന്നത്. ഇപ്പോൾ അവർ ആരോപിച്ചേക്കണ എൻ്റെ പേരിൽ ആരോപിച്ചേക്കണ കുറ്റം തികച്ചും അത് തെറ്റാണ്. കാരണം ഈ കേസ് ഏറ്റവും കൂടുതൽ തെളിയണമെന്ന് ആഗ്രഹമുള്ളത് എനിക്കാണ്. പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറങ്ങി പോകുന്നതല്ല. ഞാൻ 17 വർഷമായിട്ട് ഞാൻ ആ വീട്ടിൽ ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ എന്നെ അവിടെ നിന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഞാനാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞുകൊണ്ടും മകൻ്റെ മരണത്തിന് ശേഷം 30 ദിവസം ഞാൻ ആ വീട്ടിലുണ്ടായിരുന്നു. അപ്പം ഞാനാണ് ഇതിന് കാരണമെന്ന് പറഞ്ഞ് എന്നെ അവിടെ ഇട്ട് ഒരുപാട് പീഡിപ്പിച്ചിട്ടുണ്ട്, ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്നെ ഒരുപാട് അവർ പീഡിപ്പിച്ചിട്ടുണ്ട്. ഉമ്മയും ഭർത്താവിൻ്റെ സഹോദരിമാരും ഭർത്താവും കൂടി ഒരുപാട് മാനസികമായിട്ട് പീഡിപ്പിച്ചതിന് ശേഷം എന്നെ മർദ്ദിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും കൂടി വന്നിട്ടാണ് എന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്നത്. അല്ല ഞാൻ ഒറ്റയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നതല്ല. ഞാൻ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് 17 വർഷം ഞാൻ അവിടെ എല്ലാം സഹിച്ച് നിൽക്കണമായിരുന്നു. ഇപ്പോൾ ഞാൻ ഇതിനെതിരായിട്ടൊരു കേസ് കോടതിയിൽ കൊടുത്തതിൻ്റെ ഫലമായിട്ടാണ് അവരിപ്പോൾ ഈ ആരോപണങ്ങൾ എനിക്ക് ഉന്നയിച്ചേക്കുന്നത്. പക്ഷേ ഈ കേസ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസ് എത്രയും പെട്ടെന്ന് ഒന്ന് തെളിയണം. കാരണം എൻ്റെ മകൻ്റെ പേരും വീഡിയോസൊക്കെ വെച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതെല്ലാവരും കൂടി ഒന്ന് തെളിയിച്ച് ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിച്ച് തെളിയിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ അപേക്ഷ അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇത് ഒന്ന് തെളിയിക്കണം. എൻ്റെ പേരിൽ ആരോപിച്ചിട്ടുള്ള ഈ കുറ്റം എത്രയും പെട്ടെന്ന് അത് നുണയാണെന്നുള്ളത് തെളിയിക്കേണ്ടത് എല്ലാവരുടെയും ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തെളിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഒക്ടോബർ 20-ാം തീയതിയാണ് മോനിക്ക് ഈ ആക്സിഡൻറ്റ് പറ്റിയെന്നും പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലണേ. ആ കോഴിക്കോട് ഹോസ്പിറ്റലിൽ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലായിരുന്നു. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ മോൻ്റെ അവസ്ഥ ഞാൻ കണ്ടതാണ്. ആ കണ്ടപ്പോൾ തന്നെ എനിക്ക് ബുദ്ധിമുട്ട് വന്ന് ഞാനവിടെ വീഴുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അവർ 24 മണിക്കൂർ പറഞ്ഞു, പിന്നെ കഴിഞ്ഞ് 48 മണിക്കൂർ പറഞ്ഞ്, പിന്നെ അത് 72 മണിക്കൂറാക്കി. ഇതൊക്കെ എൻ്റെ വീട്ടുകാരാണ് പറഞ്ഞ് ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് സംസാരിച്ചത്. അപ്പോൾ ഡോക്ടർ അപ്പം തന്നെ പറഞ്ഞു, ഇനി ഇത് രക്ഷയില്ല, നമുക്കൊരു മിറാക്കിളിന് പോലും ഇത് ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് ഇവർക്ക് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്നെന്നും പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ആ ചെന്ന അന്ന് തന്നെ എൻ്റെ ഫാമിലിയിലെയും ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലെ എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചത്. അപ്പോൾ തന്നെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനൊരു ചാൻസും ഇല്ലെന്നും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ വെന്റിലേഷൻ റിമൂവ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം വന്നപ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായെന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത്. അവർക്ക് ഈഗോ പ്രശ്നമായിരുന്നു. എന്നിട്ട് അവരത് എല്ലാവരും കൂടി ഇതാക്കി ഒരു 5 ദിവസം എൻ്റെ കുഞ്ഞിനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയതാണ്. കാരണം ഞാൻ കാണാൻ ചെല്ലുമ്പോഴൊക്കെ മോൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ട്. കാരണം ഇവർ കണ്ണ് ചിമ്മാൻ വേണ്ടിയിട്ട് ഇവർ വേദന എടുപ്പിക്കണമായിട്ട് നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലവും പിന്നെ കൊച്ചിന് പല പല മാറ്റങ്ങൾ നമ്മളതിൽ നിന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു അവസരത്തിൽ എന്തായാലും നമ്മുടെ പിള്ളേരെ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു ഉമ്മയാണ്, എനിക്ക് എൻ്റെ പിള്ളേനെ ഒരു സൂചി കുത്തിയായിരിക്കും സഹിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള സമയത്ത് കീറി പൊറിക്കണത് എനിക്ക് ഒട്ടും പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയിട്ടുണ്ട്. സത്യമാണ്, ഞാൻ ചോദിച്ചതാണ്. അതും പോസ്റ്റ്മോർട്ടം ചെയ്യണ്ടെന്നല്ല പറഞ്ഞത്, ചെയ്യോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് അവളുടെ മടിയിലൊന്നും കിടന്നിട്ടൊന്നുമില്ല ഞാൻ ചോദിച്ചത്. അത് അവിടെ CCTV കാണാൻ പറ്റും. നിങ്ങൾക്ക് പിന്നെ ഇനി എന്തെങ്കിലും സംശയം, പിന്നെ ഇത് റിമൂവ് ചെയ്യാൻ ഞാൻ പറഞ്ഞാലുള്ളൊരു കാരണം എന്ന് പറയുന്നത് ആ ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി കൊച്ചിനെ വിട്ടിട്ട് സഫർ ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെയും പേരിൽ ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാതാവാണ്, പിതാവാണ്. അപ്പോൾ എൻ്റെ വിഷമം തന്നെ പിതാവിനുണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കിയോണ്ട് അവരെ കാല് ഞാൻ പിടിച്ചു. ഞാൻ പറഞ്ഞ് വേണ്ട, കേസ് ഒന്നും പോകണ്ട, അവരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് വെന്റിലേഷൻ റിമൂവ് ചെയ്യണ കാര്യം ഞാൻ അവരോട് പറയണത് തന്നെ. അപ്പോൾ അത് പറഞ്ഞിട്ടാണ് എന്നെ ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഞാൻ കാരണം കൊണ്ടാണ് എൻ്റെ കുട്ടി മരിക്കാൻ കാരണമെന്ന് പറഞ്ഞ് അവർ ഒരുപാട് എന്നെ അതും പറഞ്ഞ് ദ്രോഹിച്ചിട്ടുണ്ട്, തല്ലിയിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ ആ വീട് വിട്ട് പുറത്ത് വരണത്. എൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് പുറത്ത് തന്നെ. ഒരുപാട് വിഷമങ്ങൾ എനിക്കവിടെ മാനസികമായിട്ട് ശാരീരികമായിട്ട് എനിക്കവിടെ ഉണ്ടായിട്ടുണ്ട്.
ഒരിക്കലും ഞാൻ പോസ്റ്റ്മോർട്ടം വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, ചെയ്യോ എന്ന് ചോദിച്ചത്. കാരണം കൊച്ചിൻ്റെ ദേഹത്ത് അത്രയും ഇനി അതിൻ്റെ ശരീരത്തിൽ തുളക്കാനൊരു സ്ഥലം ബാക്കി ഉണ്ടായില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് പോസ്റ്റ്മോർട്ടം ചെയ്യുമോയെന്ന് ചോദിച്ചത്. അത് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. അല്ലാതെ ഇനി അതിനെന്തെങ്കിലും തെളിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിൽ തെളിവുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചെന്ന ആ ഡോക്ടർമാർ വ്യക്തമായിട്ട് പറഞ്ഞുതരും. അവരവിടെ റെക്കോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ പേരിൽ കേസ് എടുക്കുമെന്നുള്ളത് വരെ കറക്റ്റായിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റെക്കോർഡിലുണ്ട്. പിന്നെ അവരെന്നോട് പറയുകയും ചെയ്തു, കാരണം ഇതിനു മുമ്പ് ഇവരുടെ ഈ ഈഗോ പ്രശ്നം കാരണമായിട്ടുള്ള ഇതുകൊണ്ടിട്ട് തന്നെ ഡോക്ടർ എന്നോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ ഡിവോഴ്സ് ആണോ എന്ന് ചോദിക്കുകയും ചെയ്തിരുന്നു. കാരണം കുട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ഇവരാരും വരുന്നുണ്ടായിരുന്നില്ല. ഈ ICUവിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ നിന്നത്, അത്രയും ദിവസം അവിടെ നിന്നപ്പോഴും കൊച്ചിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും എല്ലാത്തിനും കയറിയത് ഞാൻ തന്നെയാണ്. എൻ്റെ കൂടെ ഹസ്ബൻഡ് വന്നിട്ടില്ല, ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായില്ല. അവിടെ ആ ബൈസ്റ്റാൻഡർക്ക് ഇരിക്കാനുള്ള സീറ്റിൽ നിങ്ങൾക്ക് ആ CCTV പരിശോധിച്ചാൽ തന്നെ അറിയാൻ പറ്റും, ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടേ ഇല്ല. മകൻ്റെ മരണശേഷം ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും മോൾ ആലുവ നിർമ്മല സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവൾക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ട് കണ്ടപ്പോൾ അവിടുത്തെ കൗൺസിലിംഗ് ടീച്ചർ വിളിച്ചിട്ട് കൊച്ചിനെ കൗൺസിലിംഗ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് മോള് ടീച്ചറോട് പറഞ്ഞത്, വാപ്പയുടെ പെങ്ങന്മാരും ഉമ്മയും കൂടിയിട്ട് ഉമ്മച്ചിനെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. മാമിമാരും ഉമ്മയും വാപ്പയും കൂടിയിട്ട് ഉമ്മച്ചിനെ അവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് മാനസികമായിട്ട് വിഷമമുണ്ട് ടീച്ചറെ എന്ന് ടീച്ചറോട് സംസാരിച്ചിട്ടാണ് ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഈ കാര്യം പറയുന്നത്. അപ്പോൾ ഇത് അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അറിഞ്ഞപ്പോഴാണ് ഇവർ എന്നോടൊന്നും ചോദിക്കുക പോലും പറയുക പോലും ചെയ്യാതെ ഈ കുട്ടീനെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയത്. പിന്നെ ഇതിനു മുമ്പും എൻ്റെ മോൻ്റെ മരണത്തിന് മുമ്പ് 2-3 ദിവസം മുമ്പ് എന്നെ വിളിച്ചിട്ട് എന്നോട് ഈ കാര്യം തന്നെ പറഞ്ഞു, ഉമ്മച്ചീനെ അവരെ പീഡിപ്പിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ വരുമ്പോൾ ശരിയായിക്കോളാം ഉമ്മച്ചി, ഞാൻ 15 വയസ്സായ മോനല്ലേ, ഉമ്മച്ചിക്ക് ഞാനില്ലേ, അതെല്ലാം ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോൻ്റെ ഒറ്റൊരു വാക്കിൽ വിശ്വസിച്ചിട്ടാണ് ഞാൻ ഇത്ര നാൾ ഞാൻ ആ വീട്ടിൽ പിടിച്ചു നിന്നത്. പിന്നെ മോളിപ്പോൾ ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ പല രീതിയിലും കൊച്ചിനെ കാണാൻ ശ്രമിച്ചപ്പോഴൊന്നും അവർ അതിന് സമ്മതിച്ചിട്ടില്ല. കൊച്ചിനെ സ്കൂളിൽ വരെ പ്രിൻസിപ്പളുടെ അടുത്തും ടീച്ചർമാരുടെ അടുത്തും അവർ വരെ പറഞ്ഞിരുന്നത്, അങ്ങനെ ഉമ്മയുടെ വീട്ടുകാരും വന്നാലും കാണിക്കണ്ട, അങ്ങനെയുള്ളൊരു മൈൻഡിലാണ് അവർ പറഞ്ഞതെന്നുള്ളത് സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ ഈ കൗൺസിലിംഗ് ടീച്ചറിൻ്റെ കാര്യം നമ്മുടെ കയ്യിൽ ഫുള്ള് റെക്കോർഡും കാര്യങ്ങളും ഉള്ളതാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അതിന് പരിശോധിക്കാം.